ഹേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ക്ലീനിങ് വ്ളോഗ്. ഒരു ക്ലീനിങ് വ്ളോഗാണ്. ഞാൻ കുറേ ആയിട്ടുണ്ട് വീഡിയോസ് ഇട്ടിട്ട്. ഞാൻ പറയുന്നത് വരെ നിർത്താണ്, കാരണം കുറേ കഴിഞ്ഞിട്ടാണ് ഓരോ വ്ളോഗ്സ് ഇടുന്നത്. സോ ഇനിയും നമ്മൾ ഡെയിലി വ്ളോഗ് ഇടാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല, കാരണം എന്നാ ഞാൻ പറഞ്ഞ അന്ന് മാത്രമേ ഞാൻ ഇടാറുള്ളൂ. പിന്നെ കുറേ കഴിഞ്ഞിട്ടാവണം സാധാരണ ഞാൻ വ്ളോഗ് ഇടാറ്. സോ നമ്മൾ മാറ്റിയെടുക്കും. ഓക്കെ, സോ ഈ ഒരു വ്ളോഗിൽ ഞാൻ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അബൌട്ട് മൈ ക്ലീനിങ്. ക്ലീനിങ്ങിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അങ്ങനെയല്ല, ഒരു മോട്ടിവേഷനൊക്കെ ആയിക്കോട്ടെ. ഇങ്ങനെ ഒരു ഒതുക്കമില്ലാത്ത നടക്കുന്ന റൂമുകൾക്കൊക്കെ നല്ലൊരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് ഞാൻ പറയുന്നു. സോ അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അത് എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു. സോ ഇതിൻ്റെ ഒരു വ്ളോഗ്, എൻ്റെ ബർത്ത്ഡേൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടാവാം. മേ ബി ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ആയിരിക്കും, അല്ലെങ്കിൽ ഇതിന് ഇടുന്നതിന് മുന്നേ തന്നെ ഞാനത് വ്ളോഗ് അയച്ചിടും. ഓക്കെ, സോ ഇപ്പം ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ എൻ്റെ എല്ലാ ഫ്ലവേഴ്സും ഇതുപോലെ ഇതിൻ്റെ എന്താ പറയുക ഇങ്ങനെ എടുത്തു വെക്കും. കാരണം ആ ഒരു ബോക്സിൻ്റെ കളക്ഷൻ എനിക്കുണ്ട്, ഇൻഷാല്ലാ ഞാൻ കാണിച്ച് തരുന്നുണ്ട്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെക്കുന്നത്, ഞാൻ ഇങ്ങനെ ഡ്രൈ ആക്കിയതിന് ശേഷമാണ് എടുത്ത് വെക്കാറ്. സോ ഇതിങ്ങനെ ആദ്യം ഇതിൽ നിന്ന് പറിച്ചെടുത്തതിന് ശേഷം ഞാനിത് ഡ്രൈ ആക്കാൻ വേണ്ടി വെക്കും, എന്നിട്ട് ഞാൻ ആ ഒരു ബോക്സിൽ വെക്കാറാണ്. സോ ഇത് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാനൊരു എന്താ പറയുക, ഒരു ഫ്ലവേഴ്സിൻ്റെ ഒരു വലിയൊരു ഫാനാണ്. സോ ഒരു ഗാർഡൻ തന്നെ ഉണ്ടെങ്കിൽ ഞാൻ അത്രയും സന്തോഷം, അങ്ങനെ ഒരാളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പോയിട്ട് മേടിക്കുന്ന ഒരു സംഭവമാണ് ഈ ഫ്ലവേഴ്സ്. സോ അപ്പം എൻ്റെ കയ്യിൽ കുറേ റോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്ന ഒരു ബോക്സൊക്കെ ഉണ്ട്. സോ ഞാൻ കാണിച്ച് തരുന്നുണ്ട്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ വേറെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഒരു നമ്മൾ ഫ്ലവേഴ്സ് വെക്കുന്ന പോട്ടിൽ ഞാൻ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രാന്ത്, അതുകൊണ്ട് അത് എത്ര കിട്ടിയാലും മതിയല്ല. അപ്പം ഞാൻ ഈ ഒരു പോട്ടിൽ വെച്ചിട്ട് ഇതിൻ്റെ ഫ്ലവേഴ്സ് മുന്നേ ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്നു, അത് കഴുകിയതിന് ശേഷമാണ് ഞാനിപ്പോൾ അടുത്തത് വെക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ഫ്ലവേഴ്സ് സ്റ്റോർ ചെയ്യാനുള്ള ടൈമായി. അപ്പം ഞാൻ ഇപ്പോൾ ഇതിനകത്ത് വെക്കുന്നുണ്ട്. സോ ഇത് ഞാൻ എവിടെ വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, ബാത്റൂമിലാണ്. കാരണം എനിക്ക് എല്ലായിടത്തും ഫ്ലവർ വേണം, ബിക്കോസ് ഞാൻ അങ്ങനെ ഒരു ഫ്ലവർ പ്രാന്തിയാണ്. ഈ ഫ്രഷ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ സോ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് സാധനമാണ്. സോ അതിനെക്കൊണ്ട് തന്നെ ഇത് ഞാൻ കുറേ മേടിക്കും. ആൻഡ് എനിക്ക് ഈ കാര്യത്തിൽ ക്യാഷ് ചിലവാക്കുമ്പോൾ ഒരു റിഗ്രറ്റ് അടിക്കാറില്ല, ബിക്കോസ് എനിക്ക് എന്താണെന്നറിയില്ല, ബിക്കോസ് എൻ്റെ ഒരു ഫേവറേറ്റ് തിങ് അതിനെക്കൊണ്ടായിരിക്കാം മേ ബി. സോ അപ്പം ഞാൻ ഇതിങ്ങനെ ഇതിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഞാനിത് ബാത്റൂമിൽ ലൈക്ക് നമ്മളുടെ വേസ്റ്റിൻ്റെ അവിടെയാണ് വെച്ചിട്ടുള്ളത്. സോ അതാകുമ്പോൾ ഒരു ഫ്രഷ്നെസ് കിട്ടും എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചാൽ എൻ്റെ ഒരു മൈൻഡിൽ അങ്ങനെയാണ്. ആൻഡ് ഈ ഒരു വ്ളോഗിൽ ഞാൻ എനിക്ക് ബർത്ത്ഡേ കിട്ടിയിട്ടുള്ള കുറേ ഗിഫ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു ഡയറി എനിക്ക് എൻ്റെ ബ്രദർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. സോ ഗുഡ് ഡയറിയാണ് കേട്ടോ. ലൈക്ക് ഞാനിങ്ങനെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഡയറിക്ക് മേടിക്കണമെന്ന് വിചാരിച്ചു. ആൻഡ് ഓനെന്നെ എനിക്കൊരു ഗിഫ്റ്റായിട്ട് ഈ ഒരു ഡയറി തന്നു. ആൻഡ് ഈ ഒരു ഡയറിയാണ് ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ ഞാനിപ്പോൾ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ നോട്ട് ചെയ്ത് വെക്കുകയാണ്. സോ സ്കിൻ കെയർ, ക്ലീനിങ്, അതുപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് നോട്ട് ചെയ്ത് വെക്കുകയാണ്. ബിക്കോസ് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യണം എന്നുള്ളത്, കാരണം ചെയ്ത് കഴിഞ്ഞിട്ട് ഇടുമ്പോൾ ഒരു വേറെ തന്നെ രസമാണ്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് എല്ലാം കൂടെ കുറേ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. റൂമോ ആകെ കൂടെ അലമ്പായിക്കെടുക്കായിരുന്നു. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് ഇതിൻ്റെ അകത്ത് ഞാൻ ഇടുന്നത് എൻ്റെ ലൈക്ക് കുളിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് സ്ക്രബ്, അതുപോലെ മോയ്സ്ചറൈസർ, ഷാംപൂ, മാസ്ക്, എയർ മാസ്ക്, അതുപോലെ തന്നെ പിന്നെ ഷവർ ജെൽ, ലൈക്ക് അങ്ങനത്തെ ഐറ്റംസാണ് ഞാൻ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. സോ അപ്പോൾ ഞാൻ നിങ്ങൾക്കിതിൽ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. അങ്ങനൊരു എന്താ പറയുക, എൻ്റെ റൊട്ടീനല്ല, ലൈക്ക് അങ്ങനെ ഒരു സംഭവം വേണമെങ്കിൽ, ലൈക്ക് എൻ്റെ ബാത്ത് കെയർ റൊട്ടീൻ അല്ലെങ്കിൽ എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാം ഇൻഷാല്ലാ. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരുപാട് പേരുടെ കമൻറ്റാണ് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു ത്വര തരുന്നത്. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വേണമെങ്കിൽ. പിന്നെ അത് ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് എൻ്റെ എന്താ പറയുക ബാത്ത് കെയർ ഐറ്റംസാണ്. സോ കുറച്ച് ഐറ്റംസേ ഉള്ളൂ, വളരെ കുറച്ച് ഐറ്റംസ്. ഞാനൊരു 2-3 മന്ത്സായിട്ടേ ഇത്രയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളൂ. ഇതിൻ്റെ മുന്നേ എനിക്കൊരു സ്കിൻ കെയറും ഇല്ലായിരുന്നു, ഒരു കുന്തില്ലായിരുന്നു, ഞാൻ ഒന്നും യൂസ് ചെയ്യില്ലായിരുന്നു, ജസ്റ്റ് സോപ്പ് മാത്രം യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇപ്പോഴാണ് ഞാൻ സ്കിൻ കെയറും ബാത്ത് കെയറൊക്കെ ഒന്നും കൂടെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സംഭവം ഞാൻ
ഈ ഒരു സ്റ്റോർ ചെയ്യുന്ന സാധനം എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആട്ടോ ഞാൻ ഇതിൽ വെക്കുന്നത്. ആൻഡ് ഇത് ഞാൻ മേടിച്ചിട്ടുള്ളത് ഐ തിങ്ക് മീഷോ എന്നാണ് ഞാനിത് മേടിച്ചിട്ടുള്ളത്. സോ നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ, അടിപൊളിയാണ്. ആൻഡ് ഇതിൻ്റെ മുന്നേ കാണിച്ച ആ ഒരു ബാസ്ക്കറ്റ് ഞാൻ ഐക്യെന്നാണ് മേടിച്ചിട്ടുള്ളത്. സോ ഇതിൻ്റെ ലിങ്കൊന്നുമില്ല, ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം. സോ അപ്പോൾ ഇത് ഞാൻ മീഷോ എന്നാണ് മേടിച്ചിട്ടുള്ളത്. ഇതിനകത്താണ് ഞാൻ എൻ്റെ സ്കിൻ കെയർ ഐറ്റംസൊക്കെ യൂസ് ചെയ്യുന്നത്, വെക്കുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. പ്രത്യേകിച്ച് ഇത് വൈറ്റ് അതിനെ കൊണ്ട് നമ്മളൊരു എസ്തെറ്റിക്കിന് ഇത് മാച്ച് ആവുന്നുണ്ട്, അതാണ് മെയിൻ. ആൻഡ് ഞാൻ നെക്സ്റ്റ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് ജ്വല്ലറീസാണ്. ജ്വല്ലറീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ. സോ ഞാൻ എൻ്റെ കളക്ഷൻസ് ഇങ്ങനെ കൂട്ടാൻ വേണ്ടി നോക്കുകയാണ്. ബിക്കോസ് ഞാനിതൊന്നും അങ്ങനെ ഓവർ യൂസ് ചെയ്യലില്ലായിരുന്നു. ബട്ട് ഇപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കര ക്രേവിങ്സ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ജ്വല്ലറീസ്, സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഞാൻ തീരെ യൂസ് ചെയ്യാത്ത, അതിപ്പോൾ കുറച്ചായിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളൂ. ആൻഡ് ഈ ഒരു ജ്വല്ലറീസൊക്കെ ഞാൻ ഓൾറെഡി യൂസ് ചെയ്യായിരുന്നു, എന്നാലും ഇപ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക ക്രേവിങ്സ് ആയി വന്നിട്ടുണ്ട്. ഭയങ്കര പ്രാന്തായി വന്നിട്ടുണ്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ. ആൻഡ് ഇതിനകത്ത് ഇതൊക്കെ എൻ്റെ ബർത്ത്ഡേ കിട്ടിയിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ ബോക്സസ് ആണ്. അതൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചതാണ്. സോ രസമല്ലേ. അപ്പോൾ ഞാൻ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണെല്ലാം എനിക്ക് ഗിഫ്റ്റായി കിട്ടിയിട്ടുള്ളത് ഫുള്ള്. ആൻഡ് ഈ ഒരു ബോക്സിനകത്ത് ഞാൻ ഇടുന്നത് എൻ്റെ സ്റ്റോർ ഐറ്റംസാണ്. അതായത് ഞാൻ യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ എനിക്ക് സ്റ്റോക്കായിട്ടുണ്ടായിരുന്ന എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഐറ്റംസാണ് ഞാൻ ഇതിനകത്ത് എടുക്കുന്നത്. അതായത് ഈ ഒരു മാസ്ക്, അതുപോലെ ഐലൈനർ, പിന്നെ മസ്കാര, ഈ ഒരു ലിപ് ബാം എല്ലാം എനിക്ക് എന്താ പറയുക ഞാൻ യൂസ് ചെയ്യാത്തതാണ്. അതായത് ഇനി ഉള്ളത് അത്യാവശ്യം തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹൈലൈറ്റർ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബോക്സിലാണ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. എനിക്കിങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ. ബട്ട് അത് അതുപോലെ തന്നെ ഇരിക്കണം, ഇല്ലെങ്കിൽ എനിക്കതൊരു ഭ്രാന്തായി മാറും. കാരണം ആ ഒരു വൃത്തിയേടായി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടില്ല. പക്ഷെ അതിങ്ങനെ ഓർഗനൈസ് ചെയ്തപ്പോൾ തന്നെ അതിങ്ങനെ ക്ലീൻ ആയിരിക്കണം, എന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി. ഓക്കെ. ആൻഡ് ഇത് ഞാൻ എൻ്റെ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ കുറച്ച് ഐറ്റംസ് ഇതിനകത്താണ് വെക്കുന്നത്. അതായത് മേക്കപ്പ് ഐറ്റംസ് ലൈക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ എൻ്റെ ഞാനിപ്പോൾ എടുത്തിരുന്ന ആ ഒരു ഇതിലാണ് വെക്കാറ്, ആ ഒരു റോളാണ് വെക്കാറ്. ഈ ഒരു സംഭവങ്ങളെല്ലാം ഞാൻ മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ റൂം ടൂറും വേണമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെയാണ് എനിക്ക് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വീഡിയോസ്, ഏതൊക്കെ വീഡിയോസാണ് ഇനി വേണ്ടതെന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യും. ആൻഡ് ഈ ഒരു ഇയറിങ്സൊക്കെ എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റിൽ കിട്ടിയതാട്ടോ. ആൻഡ് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ബർത്ത്ഡേ കിട്ടിയ ഗിഫ്റ്റ്സൊക്കെ ഏകദേശം കുറച്ചൊക്കെ എടുത്ത് വെച്ചിരുന്നു. പക്ഷേ ആ ക്ലിപ്സൊക്കെ ഐ തിങ്ക് എന്താ പറയുക എൻ്റെ സ്റ്റോറേജ് ഉള്ളതിനെ കൂടി ഞാനെല്ലാം ഡിലീറ്റ് ആക്കി. ആൻഡ് ഇതിന് മുന്നേ ഒരുപാട് വ്ളോഗ്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സ്റ്റോറേജ് ഇഷ്യൂ വരുന്ന സമയത്ത് എനിക്ക് ഇനിയും പുതിയ വീഡിയോസ് ഇൻസ്റ്റയ്ക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഞാൻ ആ ഒരു പഴയ വീഡിയോസൊക്കെ ഡിലീറ്റ് ആക്കിയതിനെ കൊണ്ട് എനിക്കിപ്പോൾ വ്ളോഗ്സും കാര്യങ്ങളൊന്നും ഇടാനില്ലാത്തത്. പക്ഷേ ഞാനിതുപോലെ തന്നെ ഇനി എടുക്കുന്നില്ല, ലൈക്ക് ഉള്ള വീഡിയോസ് എന്താ പറയുക ഡിലീറ്റ് ആക്കുകയും ചെയ്തു. അതാണ് യൂട്യൂബിന് സത്യം പറഞ്ഞാൽ വ്ളോഗ്സ് എന്ത് ചെയ്യുന്നത് ലാഗ് ആവുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത്. കാരണം ഞാൻ അങ്ങനെ ലാഗ് ആവാൻ കാരണം എൻ്റെ മടിയാണ് ഗൈസ്, അതിനെക്കൊണ്ടാണ്. അതിലേക്ക് മടിച്ച് അത് എഡിറ്റ് ചെയ്യാണ്ടിരുന്ന് അങ്ങനെയാണ് പ്രശ്നം ഉണ്ടായത്. ആൻഡ് ഇത് ഞാൻ എൻ്റെ വാർഡ്രോബിലുള്ള സ്പേസാണ്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ മെയിൻ നമ്മൾ പരിപാടി എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഇനിയിങ്ങനെ ഫ്രണ്ട്ലിയായിട്ട് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. യെസ് ഗൈസ്, എനിക്ക് ഈ ഒരു ബോക്സും എനിക്ക് കുറച്ച് കിൻഡർ ബ്യൂണോ ആണോ തോന്നുന്നു, എനിക്ക് പ്രൊണൗൺസ് ചെയ്യുക കറക്റ്റ് എനിക്കറിയില്ല. എനിക്ക് കിൻഡർ ജോയും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതാണ് ആ ഒരു ബോക്സ്. ആൻഡ് എൻ്റെ പെർഫ്യൂം കളക്ഷൻസാണ് കേട്ടോ. പെർഫ്യൂംസ് എൻ്റെ കയ്യിൽ കുറേയൊന്നുമില്ല, ബട്ട് എന്നാലും അത്യാവശ്യം ഒക്കെ ഉണ്ട്. ഞാനിങ്ങനെ കുറേ ബോട്ടിൽസൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ ഇതിനകത്തുള്ളൂ. അതിൻ്റെ ബാക്കി കുറേയൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഊതൻ റോസിൻ്റെ അതുപോലെ പിന്നെ എനിക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേക്ക്. അങ്ങനത്തെ കുറച്ച് പെർഫ്യൂംസും കാര്യങ്ങളും മാത്രമേ ഇതിനകത്തുള്ളൂ. ആൻഡ് ഞാൻ പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്, അതിനെക്കൊണ്ട് പ്രശ്നമില്ല. എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള അതായത് എല്ലാ ഐറ്റംസും എൻ്റെ വിഷ് ലിസ്റ്റിൽ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഓരോ കാര്യങ്ങളായിരുന്നു കേട്ടോ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, അതുപോലെ ബൊക്കെ ആയിക്കോട്ടെ, പെർഫ്യൂം ആയിക്കോട്ടെ, ജ്വല്ലറീസ് ആയിക്കോട്ടെ, എല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ട്. മാഷാഅല്ലാഹ് ഫുൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ബ്ലെസ്ഡായി തോന്നി. ആൻഡ് ഈ ഒരു ബർത്ത്ഡേ എനിക്ക് അത്രയും സ്പെഷ്യൽ ആവണമെന്നുണ്ട്. അതിനെക്കൊണ്ടാണ് ഞാൻ
ഞാനിതൊരു ചെറിയ രീതിക്ക് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഞാനൊന്നും ഇതാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇതുവരെ എൻ്റെ ഒരു ബർത്ത്ഡേ ഞാൻ ഇതുവരെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ബർത്ത്ഡേ ഓർക്കാറില്ല എന്നല്ല, ഓർക്കും, പക്ഷേ അങ്ങനെ വലിയ മൈൻഡൊന്നും ഇല്ല. എൻ്റെ ഈ ഒരു അടിയത്തെ തട്ടിൽ, അതായത് അടിയത്തെ ലെയറിൽ ഞാൻ വെക്കൽ ചപ്പലാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ മേലെ വേറെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതിനെക്കൊണ്ട് എനിക്ക് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു എന്താ പറയുക, ബാത്ത് കെയറിൻ്റെ സാധനം എനിക്ക് അടിയിൽ വെക്കേണ്ട അവസ്ഥയാണ്. എൻ്റെ ബാത്റൂമിലെ വേസ് ഭയങ്കര ചെറുത്, അതിനെക്കൊണ്ട് അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ മീഷോന്ന് പുതിയ സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് വരുന്ന വരെ ഇവിടെ ഞാൻ വെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഈ ഒരു വീഡിയോ അത്യാവശ്യം ലോങ്ങും കൂടെയാണ്. ഞാൻ ആദ്യമായിട്ടായിരിക്കും യൂട്യൂബിൽ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ അക്കൗണ്ടിൽ ഞാൻ ഇത്രയും ലോങ് വീഡിയോ ഇടാൻ വേണ്ടി പോകുന്നത്. സോ എല്ലാ കാര്യങ്ങളും ടോക്ക് ചെയ്തിട്ടും അതുപോലെ തന്നെ എൻ്റെ ഒരു ക്ലീനിങ് വ്ളോഗും കൂടെ ഇതിനകത്ത് ഇടാമെന്ന്, ലൈക്ക് ഇങ്ങനൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നത്. ആൻഡ് ഇതിനകത്തിനായിട്ട് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് മടക്കി വെക്കുന്നത്, അല്ലെങ്കിൽ ഹാങ് ചെയ്ത് വെക്കുന്നത്. ഇതാണ് എൻ്റെ ബർത്ത്ഡേൻ്റെ ഡ്രസ്സ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു ഡ്രസ്സ് ഇന്നെടുത്ത് വെക്കുക എന്നുള്ളതാണ് അടുത്ത പണി. ആൻഡ് ഈ ഒരു ഫ്രഷ് ഫ്ലവേഴ്സ് കണ്ടെങ്കിൽ എനിക്ക് ബർത്ത്ഡേ കിട്ടിയിട്ടുണ്ട്. ബൊക്കെയാണ് കേട്ടോ. ഞാൻ ഇതിൽ ഫ്ലവേഴ്സ് മാറ്റിയിട്ട് പോട്ടൊക്കെ ആക്കിയിട്ടില്ല, അതായത് ഫ്ലവർ വേസൊക്കെ ആക്കിയിട്ടില്ല. ബിക്കോസ് എനിക്കിത് എന്താ പറയുക, ഇതിനുള്ളത് എടുക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു. സോ ഇങ്ങനെ അത് ഞാനവിടെ വെച്ചിട്ടുണ്ട്, നാളെ ആക്കാമെന്ന് വിചാരിച്ചിട്ട്. ആൻഡ് ഈ ഒരു ഇതെനിക്ക് ഡ്രസ്സ് ഗിഫ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. പക്ഷേ ഇത് കറക്റ്റ് ഫിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇത് എനിക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.